താങ്ക് യു. പോതുമാ സാർ? മതി മതി. വരെ പോവാ. അതിരിക്കട്ടെ രമേഷ്, നീ എത്ര നാളായി ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത്? ഇല്ല, അത് നീ ഒന്നും പറയണ്ട. നിന്റെയും രാധയുടെയും വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അതൊക്കെ നടത്തുന്നല്ലേ ഭംഗം? എനിക്ക് ഒരു ലക്ഷ്യം നിറവേറാനുണ്ട്. അതുവരെ എന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. എന്താ ഇത്ര വലിയൊരു ലക്ഷ്യം? ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? എന്തായാലും എന്റെ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. നീ ഇങ്ങനെ പറയുമ്പോ ഞാൻ കൂടുതൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഞാൻ രാധയുടെ അച്ഛനായി പോയില്ലേ? അതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. രമേഷ്, നീ വലിയ സിനിമാ താരമായെന്ന് കേട്ടല്ലോ. പത്രക്കാർ പറയുന്നു സാർ. പക്ഷെ ഞാനിപ്പോ ചെയ്യുന്ന വെറും അഭിനയമല്ലേ. നീ ഇതിനേക്കാൾ വലിയവനാകണമെന്നാണ് എന്റെ ആഗ്രഹം. പരിചയമുണ്ടോ? അപ്പോ രമേഷ് നിന്നോട് അതേപ്പറ്റി പറഞ്ഞില്ലേ? ഇല്ല. രമേഷാണ്. എടാ മനു, നിന്നോടൊരു പ്രധാന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അതല്ലേ സാറിനോട് പറയാൻ പോകും. ഇനി ഞാൻ പറയുന്നത് ശരിയല്ല. കാര്യങ്ങളൊക്കെ രമേഷ് പറയും. നിങ്ങൾ സംസാരിക്കും. ഞാൻ ഇറങ്ങും. എന്റെ അമ്മാച്ചിനെ കണ്ടോടാ. ഈ പ്രായത്തിലും അങ്ങേരുടെ ഒരു മുഖശ്രീ. അപ്പൊ അങ്ങയുടെ മകളുടെ കാര്യം പറയണോ? അങ്ങനെ നീ എന്ത് പറയുമെന്ന് പറഞ്ഞല്ലോ. ആ, അതൊക്കെ പിന്നെ പറയാം. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? കണ്ടോ, രാധയുടെ ഈ ചിത്രം വെച്ചിട്ടാണ് ഞാൻ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. എങ്ങനെയെങ്കിലും എന്റെ ആഗ്രഹം എനിക്ക് അവളെ അറിയിക്കണം. നീ ഈ വിവരം ഇതുവരെ അവളെ അറിയിച്ചിട്ടില്ലേ? ഇല്ല. എങ്കിൽ അവളേക്കാൾ കൂടുതൽ നിന്റെ അന്തസ് ഉയരുന്നത് വരെ നീ കാത്തിരുന്നേ പറ്റും. ഓ യെസ്, ഞാൻ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഇവളെ സ്നേഹിക്കുന്ന കാര്യം അറിയിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കില്ലേ? നീ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? ശരിയാ, നീ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഓട്ടെ, ഷൂട്ടിംഗ് സമയം. ഗുഡ് മോർണിംഗ്. എന്തോ സൂര്യഗ്രഹണ ഫിലിം, എന്തൊക്കെ പേരുകൾ. എന്തോ ആ പപ്പേട്ടന്റെ ബെഡ്ഷീറ്റാ, ഹലോ കാൽഷീറ്റ്. അയ്യോ, ഈ വർഷം ഒരു രക്ഷയുമില്ല ശൻ. നിങ്ങൾ എത്ര തവണ കാൽഷീറ്റ് ക്യാൻസൽ ചെയ്യണേ? വേണമെങ്കിലേ അടുത്ത വർഷം ജൂണില് ഒരു 3-4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ പടത്തിന്റെ ഈ പാട്ടുകളും കഥകളും ഒക്കെ ആരാണ് എഴുതുന്നത്? അദ്ദേഹം അല്ല, എന്റെ ഏകദേശം കുറെ പാട്ടുകളും കുറെ കഥകളും ഉണ്ട്. CID മാർക്കണ്ഡേയൻ, കടലിൽ കലക്കിയ കായം, കൊടുങ്കാറ്റിൽ രക്തമില്ലാത്ത യുവതി. എന്താ ഇതൊക്കെ ഒന്ന് ചേർക്കാൻ പറ്റുമോ? നമ്മുടെ എന്താ ഇത് പറ്റൂലേ? എന്താ പണ്ടോടെ പറയാൻ? മാധുവാണോ? ആരോടായിരുന്നു ഫോണിൽ ലാത്തി അടിച്ചുകൊണ്ടിരുന്നത്? പപ്പേട്ടനോട് ഇപ്പൊ തന്നെ സംസാരിക്കണം, ഇല്ലെങ്കിൽ ഒരു തൂങ്ങിക്കട്ടലോ പറ്റാണെന്നാ തോന്നുന്നത്. ആരാധകരുടെ കത്തുകൾ അല്ല, പിന്നെ കത്തുകൾ റിപ്ലൈ. ആ ഡൊണേഷൻ അനാഥാലയത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഗുഡ്. ഹലോ, ഹലോ മിസ്റ്റർ കുമാർ. ഓ, യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ എന്റെ ബംഗ്ലോ. അധികം വിൽക്കുന്നില്ല. സോറി, ഞാനതൊരു നഴ്സറിക്ക് ഡൊണേഷൻ കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു. അമ്മേ, ഓ അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം തിരക്കിയെന്നറിയാം. ഇത്രയും വലിയ വീട് പണിഞ്ഞ അവസരമായിപ്പോയി. ഇവിടെ അമ്മ ഈ മുറിയിലാണെന്ന് മകൻ അറിഞ്ഞൂടാ, മകൻ ഈ മുറിയിലാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ, അങ്ങനെയല്ലേ നിന്റെ ജോലി തിരക്ക്. നീ ഒരിടത്ത് നിന്ന് സംസാരിക്കടാ. നീ രാവിലെ 5 മണിക്ക് ഇവിടെ നിൽക്കും.
രാത്രി 3 മണിക്കാ തിരിച്ചു വരുന്നു. അമ്മയെന്ന് പറഞ്ഞൊരു ജീവി ഈ വീട്ടിലുള്ള നിനക്ക് വലിയ വിചാരമുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അമ്മ നല്ല ഉറക്കമായിരിക്കും. ഓരോ ദിവസം ചെല്ലും തോറും എന്റെ മോന്റെ മുഖം മറന്നു പോകുന്നത് പോലെ തോന്നും. ഇങ്ങനെ രാവും പകലും ജോലി ചെയ്യാതെ ഒരു ദിവസമെങ്കിലും വിശ്രമിച്ചൂടെ മതി? വിശ്രമിക്കാനോ? ആ നേരം ഞാൻ ജോലി ചെയ്ത എന്റെ പ്രൊഡ്യൂസർക്ക് 500 അടി പടമെടുക്കാൻ കഴിയും. അതെ, അമ്മ പുറപ്പെടാ. എവിടേക്ക്? എവിടേക്കെന്നു? അതും മറന്നു. നീ കാര്യമുണ്ടെന്ന് പറ. ഫിലിം ഫാൻസ് അസോസിയേഷൻ എന്നെ നല്ല നടനായി തിരഞ്ഞെടുത്തതിന്റെ അവാർഡ് തരുന്ന ദിവസമാണെന്ന മാധവൻ അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി ആദ്യത്തെ റോയിലും ഒരു സീറ്റ് ഒഴിച്ചു വെച്ചേക്കും. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? 1,000 ഫോൺ കാൾ. 100 തവണയല്ല, 2 തവണയായിട്ട് ഫോൺ വരുന്നു. എല്ലാരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം അമ്മേ, വരൂ. നീ പോയിക്കോ മോനെ. അമ്മേ, എനിക്ക് ദേഷ്യം വരുവേ. എന്റെ മോൻ പോയിക്കോ. എത്തിക്കഴിഞ്ഞു. അവര് വീണ്ടും വിളിച്ചിരുന്നു. നമുക്ക് വേഗം പുറപ്പെടാം. പുറത്ത് റെഡിയായിട്ടുണ്ട്. എന്താ എല്ലാരും കൂടി? സാറിന് അവാർഡ് കിട്ടിയതിന്റെ ആഘോഷം ഞങ്ങൾ കൂടി ഒന്ന് പോയി കണ്ടാ കൊള്ളാമെന്ന്. എല്ലാവർക്കും പോണോ? അമ്മ സമ്മതം തന്നാൽ. അത്ര ആഗ്രഹമാണെങ്കിൽ പോയിച്ചോളൂ. എന്റെ മോനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർക്ക് ഇത്ര ആഗ്രഹം. ഞാൻ അവന്റെ അമ്മ. കല്യാണി, நீ போய் ஒரு ஆட்டோ ரிக்ஷா கொண்டு வா. எதுக்குமா? என் மகனை பத்தி எல்லாரும் என்ன சொல்றாங்கன்னு நானும் கேட்கணும். சீக்கிரமா போ. அம்மா காரு வேண்டாம், யாருக்கும் தெரியாம போயிட்டு வரேன். சீக்கிரமா போய் ஆட்டோ ரிக்ஷா கொண்டு வா.